പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് തുടങ്ങുന്നത്. ഇപ്പോൾ മെൻഡലിയൻ ഇൻഹെറിറ്റൻസ്, അതുപോലെ കോഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നിവയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ക്രോമോസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് പഠിച്ചത്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ലിങ്കേജ് എന്ന ടോപ്പിക്കാണ്. ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. ഇതൊരു നേരത്തെ നമ്മൾ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഡ്രോസോഫിലയെ കുറിച്ച് മനസ്സിലാക്കി. ടി.എച്ച്. മോർഗൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഡ്രോസോഫില എന്ന് പറയുന്നത് ജനറ്റിക് സ്റ്റഡീസിന് വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് എന്ന് കണ്ടെത്തി. അതിൻ്റെ വേരിയേഷൻ, പലതരത്തിലുള്ള പ്രത്യേകതകൾ അദ്ദേഹം നിരീക്ഷിച്ചു. അവയെ ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ ലിങ്കേജ് എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടെത്തിയത്. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ലിങ്കേജും റീകോമ്പിനേഷൻ? അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ടി.എച്ച്. മോർഗാൻ്റെ എക്സ്പെരിമെൻറ്റ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി മോർഗൻ ക്യാരിഡ് ഔട്ട് സെവറൽ ഡൈഹൈബ്രിഡ് പ്രോസസ് ഇൻ ഡ്രോസോഫില ടു സ്റ്റഡി ജീൻസ് ദാറ്റ് വെയർ സെക്സ് ലിങ്ക്ഡ്. ഇവിടെ നമ്മൾ ഒരു പ്രത്യേകതയാണത്. മോർഗൻ്റെ എക്സ്പെരിമെൻറ്റ്സ് നേരത്തെ മെൻ്റലിൻ്റെ പരീക്ഷണം പോലെ തന്നെ ഡൈഹൈബ്രിഡ് പ്രോസസ്സുകളാണ്. പക്ഷേ അത് ഡ്രോസോഫിലയിലാണ്. ഡ്രോസോഫിലയിൽ ഡൈഹൈബ്രിഡ് പ്രോസസ്സുകൾ നടത്തി. പീ പ്ലാന്റിൽ നടത്തിയ ഡൈഹൈബ്രിഡ് പ്രോസസ് പോലെ തന്നെ ഡ്രോസോഫിലയിൽ നടത്തിയ ഡൈഹൈബ്രിഡ് പ്രോസസ്സുകളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത ദ ജീൻസ് വെയർ സെക്സ് ലിങ്ക്ഡ്. അതായത് ഇവിടെ ജീനുകളെല്ലാം തന്നെ സെക്സ് ക്രോമസോമിലാണ് കാണപ്പെടുന്നത്. സെക്സ് ക്രോമസോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ്, വൈ എന്നിങ്ങനെ 2 സെക്സ് ക്രോമസോമാണ് ഉള്ളത്. അതിൽ സെക്സ് ക്രോമസോമിൽ കാണപ്പെടുന്ന ജീനുകളെയാണ് നമ്മൾ സെക്സ് ലിങ്ക്ഡ് ജീനുകൾ എന്ന് പറയുന്നത്. ഒരു ജീൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സെക്സ് ക്രോമസോമിലാണെങ്കിൽ, അതായത് എക്സ് ക്രോമസോമിലാണെങ്കിൽ അതിന് നമ്മൾ സെക്സ് ലിങ്ക്ഡ് ജീൻ എന്നാണ് പറയുക. അപ്പോൾ ആ സെക്സ് ലിങ്ക്ഡ് ജീനുകളെ കുറിച്ചാണ് മോർഗൻ പ്രധാനമായിട്ടും പഠനം നടത്തിയത്. ദ പ്രോസസ് വെയർ സിമിലർ ടു ഡൈഹൈബ്രിഡ് പ്രോസസ് ക്യാരിഡ് ഔട്ട് ബൈ മെൻഡൽ ഇൻ പീസ്. പീ പ്ലാന്റിൽ മെൻഡൽ നടത്തിയ ഡൈഹൈബ്രിഡ് പ്രോസസ്സുകൾക്ക് സമാനമായ രീതിയിലാണ് ടി.എച്ച്. മോർഗൻ ശരിക്കും ഡ്രോസോഫിലയിലും ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ നടത്തിയത്, ഡൈഹൈബ്രിഡ് പ്രോസസ്സുകൾ നടത്തിയത്. പക്ഷേ മെൻഡൽ പീ പ്ലാന്റിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ റിസൾട്ടുകളാണ് മോർഗന് ഡ്രോസോഫിലയിൽ ലഭിച്ചത് എന്നതാണ് പ്രത്യേകത. അതിന് കാരണമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് മോർഗൻ ഹൈബ്രിഡൈസ്ഡ് യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽസ്. ഇപ്പം ഇവിടെ മെയിൽ ഫീമെയിൽ ഡിഫറൻസ് ഉള്ള ജീവിയാണ് ഡ്രോസോഫില. നമ്മൾ കണ്ടു മെയിൽ ഫ്ലൈസ് ചെറുതും ഫീമെയിൽ ഫ്ലൈസ് വളരെ വലുതുമാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ അവിടെ മോർഗൻ ഹൈബ്രിഡൈസ്ഡ് യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽസ്. ഇതാണ് പ്രത്യേകത. യെല്ലോ 2 ക്യാരക്ടറാണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന് ബോഡി കളർ, അത് യെല്ലോ, അതുപോലെ ഐയുടെ കളർ വൈറ്റ് ആണ്. അപ്പം യെല്ലോ ബോഡീഡ് ആൻഡ് വൈറ്റ് ഐഡ് ഫീമെയിൽസ് ടു അതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ബ്രൗൺ ബോഡി. യെല്ലോ ബോഡിക്ക് പകരം ബ്രൗൺ ബോഡി ആൻഡ് റെഡ് ഐഡ് മെയിൽസ് റെഡ് ഐഡ്. ഇതിനെ രണ്ടിനെയും കൂടാണ് അദ്ദേഹം ക്രോസ് ചെയ്തത്. അത് യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽസിനെ ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിൽസുമായി ക്രോസ് ചെയ്തു. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽസിനെ ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിൽസുമായി ക്രോസ് ചെയ്തു. അപ്പോൾ ഇവിടെ മെയിൽ ഫീമെയിൽ ഡിഫറൻസും കൂടെ നമ്മൾ നോക്കണമെന്നർത്ഥം. അതായത് യെല്ലോ ബോഡി വൈറ്റ് ഐഡ് ഫീമെയിലും ബ്രൗൺ ബോഡി റെഡ് ഐഡ് മെയിലുമാണ്. ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, യെല്ലോ ബോഡി വൈറ്റ് ഐ എന്ന് പറയുന്ന റെസസീവ് ക്യാരക്ടറും ബ്രൗൺ ബോഡി റെഡ് ഐ എന്ന് പറയുന്നത് ഡോമിനന്റ് ക്യാരക്ടറും ആയിരുന്നു. ഇവയെ തമ്മിലാണ് അദ്ദേഹം ഇന്റർക്രോസ് ചെയ്തത്. എന്നിട്ട് അതിൽ നിന്ന് അദ്ദേഹത്തിന് F1 പ്രോജൻ ലഭിച്ചു. ഇങ്ങനെ കിട്ടിയ F1 പ്രോജനെ he observed that the 2 genes did not segregate independently of each other and the F2 ratio deviated very significantly from the 9:3:1 ratio. അതായത് ഇവിടെ അദ്ദേഹം പ്രധാനമായും നോട്ട് ചെയ്തത്, മോർഗൻ പറയുന്നത്, ഇവിടെ ജീൻസ് മെൻഡലിന്റെ ക്രോസിലെ പോലെ തന്നെ ഇൻഡിപെൻഡൻ്റായി സെഗ്രിഗേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ F2 റേഷ്യോ എന്ന് പറയുന്നത് ഈ 9:3:1 റേഷ്യോയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നും മോർഗന് മനസ്സിലായി. അപ്പോൾ ഒരു യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിലിനെ ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിലുമായി ക്രോസ് ചെയ്ത് 1ാം തലമുറയും അതിൽ നിന്നും അതിൻ്റെ ഇന്റർക്രോസിംഗ് വഴി F2 തലമുറയും ഉൽപ്പാദിപ്പിച്ചപ്പോൾ ഈ 9:3:1 എന്ന് പറയുന്ന റേഷ്യോ അല്ല മോർഗന് ലഭിച്ചത്. മെൻഡലിന്റെ റേഷ്യോയിൽ നിന്ന് വ്യത്യസ്തമായ റേഷ്യോയാണ് കിട്ടിയത്. അതാണ് നമ്മൾ പറയുന്നത്. അവിടെ ക്രോസ് ചെയ്ത് ഓർത്തിരിക്കുക, യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽസ്. അപ്പോൾ അവിടെ യെല്ലോ ബോഡി എന്നുള്ളതിന് നമ്മൾ അതിൻ്റെ ജീനായിട്ട് എടുക്കുന്നത് ഒരു ജീൻ മതി. ഇവിടെ യെല്ലോ ബോഡി എന്നുള്ളതിന് വൈയും വൈറ്റ് ഐ എന്നുള്ളതിന് W ആണ് എടുക്കുക. യെല്ലോ ബോഡി വൈറ്റ് ഐഡ്. അപ്പോൾ വൈ സ്മോൾ ലെറ്റർ ആണ് ഉപയോഗിക്കുക, വൈയും വൈറ്റ് ഐഡ്. ഇനി അതിൻ്റെ തന്നെ ബ്രൗൺ ബോഡി എന്ന് പറയുന്നത് ബോഡി തന്നെ ആയതുകൊണ്ട് യെല്ലോ ബോഡിയുടെ നമ്മൾ വൈ ആണ് എടുത്തത്. അപ്പോൾ ബ്രൗൺ ബോഡി എന്നുള്ളതിന് വൈ സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് പ്ലസ് ചിഹ്നം ഇടുകയാണ് ചെയ്യുന്നത്. വൈറ്റ് പ്ലസ് എന്നതാണ് ബ്രൗൺ ബോഡിയുടെ എന്നുള്ളതിൻ്റെ ജീൻ നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ അലിയിൽ എടുക്കുക. ബ്രൗൺ ബോഡിയുടെ വൈ പ്ലസ്.
അതുപോലെ റെഡ് ഐ എന്നുള്ളത് നമ്മൾ ഇവിടെ വൈറ്റ് ഐഡ് നമ്മൾ സ്മോൾ ഡബ്ല്യു ആണ്. അപ്പോൾ റെഡ് ഐ നമ്മൾ എടുക്കുമ്പോൾ അത് ഡബ്ല്യു പ്ലസ് ആണ്. ഡബ്ല്യു സൂപ്പർസ്ക്രിപ്റ്റ് ഒരു പ്ലസും കൂടി ഇടുക. ഡബ്ല്യു പ്ലസ് എന്നതാണ് നമ്മൾ റെഡ് ഐക്ക് സൂചിപ്പിക്കുക. ഇത് ഞാൻ നമ്മൾ ക്രോസ് ചെയ്ത് അതെങ്ങനെ ക്രോസ് ഒക്കെ നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ നമ്മളിവിടെ ഓർക്കേണ്ടത് യെല്ലോ ബോഡി വൈറ്റ് ഐഡ് ഫീമെയിൽസിനെ ബ്രൗൺ ബോഡി റെഡ് ഐഡ് മെയിൽസുമായിട്ട് ക്രോസ് ചെയ്യും. ഇത് വ്യത്യാസം വന്നു എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ ആദ്യം ഈ സെക്സ് ഡിറ്റർമിനേഷൻ ഡ്രോസോഫില എങ്ങനെയാണ് നടക്കുന്നതെന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇത് നമ്മൾ നേരത്തെ പഠിച്ചാണ് സെക്സ് ഡിറ്റർമിനേഷൻ ഡ്രോസോഫില. അവിടുത്തെ മെയിൽ എന്ന് പറയുന്നത് എക്സ് വൈ ആണ്. അതായത് മെയിൽ മനുഷ്യരെ പോലെ തന്നെ എക്സ് വൈ ക്രോമസോംസ് ആണ് മെയിലിൽ കാണുന്നത്. ഫീമെയിൽ എന്ന് പറയുന്നത് 2 എക്സ് ക്രോമസോമാണ്. രണ്ട് എക്സ് ക്രോമസോമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ക്രോമസോം നോക്കി കഴിഞ്ഞാൽ എക്സ് ക്രോമസോമാണിത്. ഇതാണ് വൈ ക്രോമസോം അല്പം വ്യത്യസ്തമാണ്. വൈ ക്രോമസോം കുറച്ച് ചെറുതാണ്, കുറച്ച് വ്യത്യസ്തമാണ്. പക്ഷേ എക്സ് ക്രോമസോം രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത? ഈ ഡ്രോസോഫിലയുടെ മെയിൽ എന്ന് പറയുന്നത് ഹെട്രോഗ്യാമെറ്റിക് ആണ്. കാരണം എന്താ, 2 ഗ്യാമെറ്റിലും വ്യത്യസ്തമാണ്, എക്സും വൈയും ഉണ്ട്. ഇവിടെ ഇത് ഹോമോഗ്യാമെറ്റിക് ഫീമെയിലാണ്, രണ്ടും ഒന്ന് തന്നെയാണ്, എക്സ് ക്രോമസോമാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്യാമേറ്റ്സ് വരുമ്പോൾ നമ്മൾ അടുത്ത രണ്ടാമത്തെ പേരൻസ് കഴിഞ്ഞ് ഗ്യാമേറ്റ്സ് ആണ്. ഗ്യാമേറ്റ്സ് വരുമ്പോൾ എന്താ പ്രത്യേകത? മെയിലിൽ 2 തരത്തിലുള്ള ഗ്യാമേറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് എക്സ് ക്രോമസോമും മറ്റൊന്ന് വൈ ക്രോമസോമും. അത് 2 വേറെ വേറെ വരും, എക്സും ഉണ്ട് വൈയും ഉണ്ട്. പക്ഷേ ഫീമെയിലിൽ ഓവത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? എക്സ് മാത്രമേ ഉള്ളൂ. കാരണം രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു പ്രാവശ്യം നമ്മൾ എഴുതുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ അക്ഷരങ്ങൾ എഴുതിയതിന് പകരമാണ് നമ്മളിവിടെ ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ക്രോമസോമിന്റെ ചിത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ ഈ എക്സ് ക്രോമസോം എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു എക്സ് ക്രോമസോമുമായി ക്രോസ് ചെയ്യുമ്പോൾ, അതായത് ഈ എക്സ് ക്രോമസോം ഈ എക്സ് ക്രോമസോം കൂടെ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? അവിടെ നമുക്ക് എക്സ് എക്സ് എന്ന് പറയുന്ന ക്രോമസോം കിട്ടും. അത് ഫീമെയിൽ ആയിരിക്കും. നേരെ വൈ ക്രോമസോമാണ് എക്സ് ക്രോമസോമായിട്ട് ക്രോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എക്സും വൈ ചേർന്ന് മെയിൽ ക്രോമസോം ഉണ്ട്. ഇതിവിടെ നമുക്ക് പഠിക്കാനുള്ളതല്ല, ഞാൻ നിങ്ങളെ ഇത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നതെന്ന് പറയാൻ വേണ്ടി. F1 വരുമ്പോൾ അതിൽ മെയിൽ ഫീമെയിൽ ഈക്വൽ ആയിട്ട് വരും. അതായത് ഫീമെയിലിന്റെ എക്സ് ക്രോമസോമാണ് മെയിലിന്റെ എക്സ് ക്രോമസോമാണ് ഫീമെയിലിന്റെ എക്സ് ക്രോമസോമായി ചേരുന്നതെങ്കിൽ എക്സ് എസ് ഫീമെയിലും, വൈ ക്രോമസോമാണ് എക്സുമായിട്ട് ചേരുന്നതെങ്കിൽ എക്സ് വൈ മെയിലും ഉണ്ടാവുന്നത്. ഇതാണ് ഡ്രോസോഫിലയിൽ നടക്കുന്ന സെക്സ് ഡിറ്റർമിനേഷൻ. നമ്മളിവിടെ പറയുന്നത് അതിനെ കുറിച്ചല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ ക്രോസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നോക്കുക, ഇവിടെ മോർഗൻ ആൻഡ് ഹിസ് ഗ്രൂപ്പ് ന്യൂ ദാറ്റ് ദ ജീൻസ് വെയർ ലൊക്കേറ്റഡ് ഓൺ ദി എക്സ് ക്രോമസോം. അതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ ഈ ജീനുകളെല്ലാം ലൊക്കേറ്റ് ചെയ്യുന്നത് എക്സ് ക്രോമസോമിലാണ്. അതുകൊണ്ട് നമ്മൾ സെക്സ് ലിങ്ക്ഡ് നേരത്തെ പറഞ്ഞു, എക്സ് ക്രോമസോമിലാണ് ഇത്തരം ജീനുകളെല്ലാം ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു 2 ജീനുകൾ പറഞ്ഞു. ഏതൊക്കെയാണ്? വൈ എന്ന് പറയുന്ന ഒരു ജീനുണ്ട്, വൈ പ്ലസ് എന്ന് പറയുന്ന ഒരു ജീനുണ്ട്, ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ജീനുണ്ട്, ഡബ്ല്യു പ്ലസ് എന്ന് പറയുന്നത്. ഈ ജീനുകളെല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ് ക്രോമസോമിലാണ്. വെൻ ദ 2 ജീൻസ് ഇൻ എ ഡൈഹൈബ്രിഡ് ക്രോസ് വെയർ സിറ്റുവേറ്റഡ് ഓൺ ദി സെയിം ക്രോമസോം, the proportion of parental gene combination were much higher than the non-parental type. അതാണ് ഒരു പ്രത്യേകത. അതായത് ഒരു ഡൈഹൈബ്രിഡ് ക്രോസിലെ 2 ജീനുകളും ഒരേ ക്രോമസോമിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അത് ഒരു ക്രോമസോമിൽ തന്നെയാണ് 2 ജീനുകളും കാണപ്പെടുന്നതെങ്കിൽ അവയിലുള്ള പേരന്റൽ ജീൻ കോമ്പിനേഷൻ വളരെ കൂടുതലായിരിക്കും. അതായത് പേരൻസിന്റെ ജീൻ ഒരുപോലെ അടുത്ത തലമുറയ്ക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. നോൺ പേരന്റലിനേക്കാൾ വ്യത്യസ്ത പുതിയ വേരിയേഷൻ വരുന്നതിനേക്കാൾ കൂടുതൽ അതേ ക്യാരക്ടർ തന്നെ വീണ്ടും ഉത്പാദിപ്പിക്കാനുള്ള സാധ്യത കൂടുന്നു. കാരണം 2 ജീനുകളും ഒരേ ക്രോമസോമിലാണ് കാണുന്നത് എങ്കിൽ. അതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ 2 ജീനുകളും ഒരേ ക്രോമസോമിൽ തന്നെയാണ് കാണുന്നതെങ്കിൽ ഒരു ഡൈഹൈബ്രിഡ് ക്രോസിൽ പേരന്റൽ ജീൻ കോമ്പിനേഷൻ നോൺ പേരന്റൽ കോമ്പിനേഷനേക്കാൾ കൂടുതലായിരിക്കും. കൂടുതലും പേരന്റിനോട് സാദൃശ്യമുള്ള സന്താനങ്ങളായിരിക്കും ഉണ്ടാവുക എന്നർത്ഥം. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോസ് നോക്കുക. ഇവിടെ നമ്മൾ യെല്ലോ ബോഡി വൈറ്റ് ഐ ആണ്. അപ്പോൾ അവിടെ നമ്മൾ അതിൽ പറഞ്ഞു യെല്ലോ ബോഡി എന്നുള്ളൊരു വൈ എന്ന് പറയുന്ന ഇത് 2 എക്സ് ക്രോമസോമാണ്. ഒരു എക്സ് ക്രോമസോം, രണ്ടാമത്തെ എക്സ് ക്രോമസോം. ജീൻ ഇവിടെ ചെറുതായിട്ട് ബ്ലാക്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വൈ എന്ന് പറയുന്ന ജീൻ, ഇത് ഡബ്ല്യു എന്ന് പറയുന്ന ജീൻ. എക്സ് ക്രോമസോം രണ്ടും തുല്യമാണ് ഫീമെയിൽസിൽ. രണ്ടാമത്തെ എക്സ് ക്രോമസോമിലും വൈ ഡബ്ല്യു എന്നീ ജീനുകൾ, ഇത് രണ്ടുമാണ് എസ് ക്രോമസോമുകൾ. എന്നാൽ മെയിൽ നമ്മളോട് ചിത്രം കാണിച്ചിട്ടുണ്ട്. മെയിലിൽ എന്താണ്? അതിന് നമ്മൾ പറഞ്ഞു ബ്രൗൺ ബോഡി റെഡ് ഐസ് ആണ്. ഞാൻ പറഞ്ഞു ബ്രൗൺ ബോഡി എന്ന് പറയുന്നതിന്റെ വൈ പ്ലസ് ആണ്, ഡബ്ല്യു പ്ലസ് ആണ് റെഡ് ഐസ്. അപ്പോൾ വൈ പ്ലസ് ഡബ്ല്യു പ്ലസ് എന്നിവയാണ് ശരിക്കും ബ്രൗൺ ബോഡി റെഡ് ഐസ് എന്നതിന്റെ ജീനുകൾ. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതാണ് വൈ ക്രോമസോം. ഈ ചെറുത് വൈ ക്രോമസോമാണ്. വൈ ക്രോമസോമിന്റെ പ്രത്യേകത എന്താണ്? വൈ ക്രോമസോമിൽ ഇത്തരം ജീനുകൾ ഇല്ല. എസ് ക്രോമസോമിൽ മാത്രമേ ഈ ജീനുകളെല്ലാം കാണുന്നത്. വൈ ക്രോമസോമിൽ ഇതിന്റെ ജീനുകളൊന്നും തന്നെ അടങ്ങിയിട്ടില്ല. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. വൈ ക്രോമസോമിൽ ജീനുകൾ ഇല്ല. ജീനുകൾ കാണുന്നത് എവിടെയാണ്? എക്സ് ക്രോമസോമിലാണ്. എക്സ് ക്രോമസോമിൽ കാണുന്ന ജീനുകളാണ് വൈയും ഡബ്ല്യുവും. അതുപോലെ അതിന്റെ ഡോമിനന്റ് ജീനായ വൈ പ്ലസും ഡബ്ല്യു പ്ലസ്, ഇത് ഡോമിനന്റ് ജീനുകളാണ്. അപ്പോൾ യെല്ലോ ബോഡി വൈറ്റ് ഐസിനെ ബ്രൗൺ ബോഡി റെഡ് ഐസുമായി ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഗ്യാമേറ്റ്സ് എടുക്കുന്നു. ഇവിടുത്തെ പ്രത്യേകം എന്താണ്? ഇത് രണ്ടും ഇത് ഹോമോഗ്യാമെറ്റിക് ആയതുകൊണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ. വൈ ഡബ്ല്യു എന്ന് പറയുന്ന ഫീമെയിൽ ആയതുകൊണ്ട് നമുക്ക് ഒരു ഗ്യാമേറ്റ് എടുത്താൽ മതി. ഗ്യാമേറ്റിൽ ഒരു എക്സ് ക്രോമസോം മാത്രമേ. ഇത് എക്സ് ക്രോമസോമാണ്, ഒരു എക്സ് ക്രോമസോം മതി. വൈ ഡബ്ല്യു എന്നിങ്ങനെ ഒരു എക്സ് ക്രോമസോം മാത്രം മതി. ഇനി ഇവിടെ എന്താണ്? ഇവിടെ പക്ഷേ പ്രത്യേകത 2 ക്രോമസോം വേറെ വേറെയാണ് അല്ലേ. ഒരെണ്ണം വൈ പ്ലസ് ഡബ്ല്യു പ്ലസ് ഉള്ള എക്സ് ക്രോമസോമും മറ്റേത് ജീനുകളില്ലാത്ത വൈ ക്രോമസോം. ഇത് വൈ ക്രോമസോമാണ്, അതിൽ ജീനുകളൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടുമാണ്
ശരിക്കും ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇത് ഓർക്കുക, ഇത് ഹെട്രോഗാമറ്റിക് ആയതുകൊണ്ട് മെയിലിൽ Y+W+ ഉള്ള ഒരു എക്സ് ക്രോമസോമും ജീനുകളില്ലാത്ത Y ക്രോമസോമാണ് ഉള്ളത്. ഇതാണ് ഗ്യാമേറ്റ്സ്. ഈ ഗ്യാമേറ്റ്സിനെ തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്യുന്നു. എന്ത് പറ്റും? ഈ എക്സ് ക്രോമസോമിനെ ഈ എക്സ് ക്രോമസോമുമായി ക്രോസ് ചെയ്യുന്നു അല്ലേ? ഈ എക്സ് ക്രോമസോം ഈ എക്സ് ക്രോമസോം എങ്ങനെ വരും? ഈ YW എന്ന് പറയുന്ന എക്സ് ക്രോമസോമും Y+W+ എന്നുള്ള എസ് ക്രോമസോമും കൂടെ ചേരുന്നു. എങ്ങനെ വരും നോക്കിയേ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണ്? ഇവിടെ YW ഉള്ള ഒരു എക്സ് ക്രോമസോം വന്നു, Y+W ഉള്ള ഒരു എക്സ് ക്രോമസോം വന്നു. ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്തപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ എന്തായിരിക്കും പ്രത്യേകത? ഇവിടെ ഡോമിനന്റ് ജീൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ് ബ്രൗൺ ബോഡിയും റെഡ് ഐസും ആണ്. പക്ഷേ ഇത് റെസസീവ് ആണ്. അപ്പോൾ രണ്ട് ജീനുകൾ ഇതും കിട്ടുന്നത് എങ്ങനെയാണ്? Y+Yയും W+W. അപ്പോൾ ഇത് ഡോമിനന്റ് ജീനായ ഓരോന്നുള്ള അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് ബ്രൗൺ ബോഡി റെഡ് ആയിട്ടുള്ള ഫീമെയിൽ ആയിരിക്കും നമുക്ക് ഒന്നാം തലമുറയിൽ കിട്ടുക. ഫീമെയിലിൻ്റെ എല്ലാം പ്രത്യേകതയാണ്, ഫീമെയിൽസ് എല്ലാം ബ്രൗൺ ബോഡിയും റെഡ് ഐയും ആയിരിക്കും. ഇവിടെ എന്തായിരുന്നു? ഇവിടെ മെയിലായിരുന്നു ബ്രൗൺ ബോഡി റെഡ് ഐസ്, പക്ഷേ ഇവിടെ ഫീമെയിലാണ് ബ്രൗൺ ബോഡിയും റെഡ് ഐ. അപ്പോൾ സെക്സും കൂടി ഇവിടെ നിർണ്ണയിക്കപ്പെടുന്നു. ഇനി മെയിലാണെങ്കിലോ, മെയിലിൽ ഈ എക്സ് ക്രോമസോം ചേർന്ന് ഈ Y ക്രോമസോമായിട്ട് എക്സ് ക്രോമസോമിൽ YW എന്നീ ജീനുകളേ ഉള്ളൂ. YW എന്നീ രണ്ട് ജീനുകൾ വന്നു എക്സ് ക്രോമസോം. Y ക്രോമസോമിൽ ജീനുകളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും കാണുന്നത്? ഇതിൽ ജീനുകളില്ലാത്തത് ഈ ക്യാരക്ടർ മാത്രമേ കാണൂ. അപ്പോൾ യെല്ലോ ബോഡിയും വൈറ്റ് ഐ ആയിരിക്കും. അതുകൊണ്ട് മെയിൽസ് എല്ലാം എന്തായിരിക്കും? യെല്ലോ ബോഡി വൈറ്റ് ഐസ് ആയിരിക്കും. അപ്പം ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് അതായത് ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ഓർക്കേണ്ടത്. എക്സ് ക്രോമസോമിൽ YW എന്നീ രണ്ട് ജീനുകളും ഇവിടുത്തെ എക്സ് ക്രോമസോമിൽ Y+W+ എന്ന ഡോമിനന്റ് ജീനുകൾ, അതിന് വൈൽഡ് ടൈപ്പ് എന്നാണ് പറയാനുള്ളത്. സാധാരണ ഡോമിനന്റ് ജീനുകളുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ബ്രൗൺ ബോഡിയിൽ റെഡ് ഐ എന്നും പറഞ്ഞത്. ഇതിനെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ഗ്യാമേറ്റ്സ് ആയിട്ട് ഇതിൽ ഒരെണ്ണം മതി. കാരണം ഇത് രണ്ടെണ്ണം എടുത്താൽ നമുക്ക് 4 പ്രാവശ്യം എഴുതണമെന്നേ ഉള്ളൂ. എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ രണ്ടെണ്ണം എടുക്കും. പക്ഷേ ഒന്ന് Y ക്രോമസോമിൻ്റെ ജീനുകളൊന്നും ഇല്ല, എസ് ക്രോമസോം അതുപോലെ എഴുതി. ഇത് ഇവയെ നമ്മൾ ക്രോസ് ചെയ്യും. ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ YWയും Y+W+ കൂടി ചേരുമ്പോൾ നമുക്കൊരു ഫീമെയിൽ കിട്ടും. അപ്പോൾ അത് Y+W+ഉം ഡോമിനൻ്റ് ആയതുകൊണ്ട് ബ്രൗൺ ബോഡി റെഡ് ഐ ആണ് വരിക. നേരെ മറിച്ച് ഇവിടെ കിട്ടുക ഈ എസ് ക്രോമസോമിൻ്റെ കൂടുതൽ Y ക്രോമസോം വരുന്നു, യെല്ലോ ബോഡി വൈറ്റ് ഐ ആണ് വരുന്നത്. ഇതാണ് ഒന്നാം തലമുറ. ഇതിനെയാണ് നമ്മളിനി F2 ജനറേഷൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ F1 നമുക്ക് കിട്ടിയ എന്താണ്? YW അതുപോലെ Y+W+ ഉള്ള ബ്രൗൺ ബോഡി റെഡ് ഐഡ് ഫീമെയിലും അതുപോലെ യെല്ലോ ബോഡി വൈറ്റ് ഐ ഉള്ള മെയിലുമാണ് നമുക്ക് കിട്ടിയത്. ഇവയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശരിക്കും അടുത്ത ക്രോസിങ്ങിന് വിധേയമാക്കുന്നത്. അപ്പോൾ ഇവിടെ പല ചാൻസുകൾ വരാം. ഇത് നമുക്ക് രണ്ട് തരത്തിലുള്ള ക്രോസിങ്, ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പിന്നീടാണ് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ ഓർക്കുക എന്തൊക്കെ വരാം. ഒന്ന് ഡയറക്റ്റായിട്ട് എന്താണ്? ഈ എക്സ് ക്രോമസോം ഈ എസ് ക്രോമസോമായിട്ട് ചേരുന്നു. എങ്ങനെയാണ്? YW ഉള്ള രണ്ട് എക്സ് ക്രോമസോം ചേരുന്നു. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ഇവിടെ കാണുന്നത്? ഇതെങ്ങനെയായിരിക്കും വരിക? ഇത് യെല്ലോ വൈറ്റ് ഉള്ള എന്തായിരിക്കും? രണ്ട് എക്സ് ക്രോമസോം ഫീമെയിൽ ആയിരിക്കും. യെല്ലോ വൈറ്റ് ഫീമെയിൽ, കാരണം രണ്ടും YW യെല്ലോ വൈറ്റ് ഫീമെയിൽ ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി വേറൊരെണ്ണം അങ്ങനെ വരാം. ഇതേ ക്രോമസോമിന് ചേരുന്നത് Y ക്രോമസോമായിട്ടാണെങ്കിൽ, Y ക്രോമസോം ആണെങ്കിൽ എന്ത് പറ്റും? ഈ YWയും ഇതും കൂടെ ചേർന്നിട്ട് മെയിലുണ്ടാകും. അപ്പോൾ അതെന്തായിരിക്കും? യെല്ലോ വൈറ്റ് തന്നെ ആയിരിക്കും. കാരണം Y ക്രോമസോമിന് ജീനുകളില്ലാത്തതുകൊണ്ട് അതും യെല്ലോ വൈറ്റ് തന്നെയായിരിക്കും. ജീനുകൾക്ക് മാറ്റമില്ല, യെല്ലോ വൈറ്റ് വരെ വന്നു. ഇനി അടുത്തെന്താണ്? ഇനി ഇതാണ് ഈ ക്രോമസോമാണ്, അതായത് Y+W+ ഉള്ള ക്രോമസോമാണ് ഇതുമായി ചേരുന്നെങ്കിലോ നോക്കിയേ. ഈ YW എന്ന് പറയുന്ന എസ് ക്രോമസോം ഇവിടുത്തെ Y+W+ എന്ന് പറഞ്ഞ എസ് ക്രോമസോം രണ്ടും കൂടി ചേരുമ്പോൾ YW Y+W+. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വീണ്ടും ബ്രൗൺ ബോഡി റെഡ് ഐഡ് ഫീമെയിൽ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഫീമെയിൽ വരുമ്പോൾ രണ്ട് യെല്ലോ വൈറ്റ് ഫീമെയിലും ഉണ്ട്, യെല്ലോ വൈറ്റ് ഫീമെയിലും ഉണ്ട്, ബ്രൗൺ റെഡ് ഐഡ് ഫീമെയിലും ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ 9:3:1 റേഷ്യോ ഒന്നും ഇല്ല ഇവിടെ. പകരം യെല്ലോ വൈറ്റും ബ്രൗൺ റെഡും ഫീമെയിൽ കിട്ടി. ഇനി മെയിലോ ഇവിടെ യെല്ലോ വൈറ്റ് നമുക്ക് കിട്ടി. അടുത്തത് എങ്ങനെ വരിക? അതായത് ഇവിടുത്തെ ഈ ക്രോമസോം, അതായത് എക്സ് ക്രോമസോമാണ് ഇതുമായിട്ട് യോജിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതാണ് നമ്മളിവിടെ പറയുന്നത്. എങ്ങനെയാണ്? Y+W+ എന്ന് പറയുന്ന എസ് ക്രോമസോം Y ക്രോമസോമായിട്ട് ചേരുന്നു. അപ്പോൾ ഇത് ഡോമിനന്റ് ജീനുള്ള എന്തായിരിക്കും? ബ്രൗൺ ആൻഡ് റെഡ് മെയിൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ പ്രത്യേകം എന്താണ്? എല്ലാം കിട്ടുന്നുണ്ട് നമുക്ക്. യെല്ലോ വൈറ്റ് ഫീമെയിൽ കിട്ടും, ബ്രൗൺ റെഡ് ഫീമെയിൽസ് കിട്ടും, യെല്ലോ വൈറ്റ് മെയിൽ കിട്ടും, ബ്രൗൺ റെഡ് മെയിൽസ് കിട്ടും. ഇതാണ് കൂടുതലും ഇങ്ങനത്തെ ആയിരിക്കും പറയുന്നത്. ഇത് പേരന്റൽ ടൈപ്സ് ആണ്. പേരന്റൽ ടൈപ്സ് എന്ന് പറയുന്നത് ഇതാണ്. വലിയ വ്യത്യാസമില്ല, പേരൻസ് ടൈപ്പ് തന്നെ രണ്ടും കിട്ടും. F1ലും അതിൻ്റെ മുന്നിലുള്ള പേരന്റലുമായിട്ട് കിട്ടിയ എല്ലാ ക്യാരക്ടറുകളും ഇവിടെ കിട്ടും. ഇനി അതിൻ്റെ മറ്റൊരു ഇതെന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പുതുതായി നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത. ഇവിടെ ഒരു വ്യത്യാസം കൂടെ വരാം. അതായത് ഈ ജീനുകൾ വ്യത്യസ്തമായി ആണ് കോമ്പിനേഷൻ നടത്തുന്നതെങ്കിൽ, ഇപ്പം നമുക്കിവിടെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇവിടെ ചേരാൻ പോകുന്നത് ഈ YW ഈ ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുമ്പോൾ ചിലപ്പോൾ എന്ത് പറ്റും? ഇവിടെ വെച്ചാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നതെങ്കിൽ ഈ ജീന് മാറിപ്പോകാം, ഏതെങ്കിലും ഒരു ജീൻ മാറിപ്പോകാം. അങ്ങനെ വരുന്ന കണ്ടീഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്രോമസോമിൻ്റെ Y+ എന്ന് പറയുന്ന ജീനും, അതായത് ഇത് മാറിപ്പോകുമ്പോൾ
വൈ പ്ലസ് എന്ന് പറയുന്ന ജീന് ആണ് ചേരുന്നതെങ്കിൽ, ചിലപ്പം ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ വരുന്നൊരു പ്രത്യേകതയാണ് വൈ പ്ലസ് എന്ന് പറയുന്ന ജീൻ മാത്രം മാറിപ്പോയി, അല്ലെങ്കിൽ വൈ പ്ലസ് ഡബ്ല്യു പ്ലസ് എന്ന് പറയുന്ന ജീൻ മാത്രം ഡബ്ല്യു ആയി മാറി. ഒരു വൈ പ്ലസ് എന്ന് പറയുന്ന ജീനാണ് അവിടുന്ന് റീകോമ്പിനേഷൻ നടക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ക്രോസിംഗും വരാം. അതായത് എങ്ങനെയാണ്, വൈ പ്ലസ് ഡബ്ല്യു വൈ ഡബ്ല്യു. അതായത് നമ്മൾ ഇവിടെ കിട്ടിയ ഇതൊരു റീകോമ്പിനേഷൻ എന്ന് പറയുന്നതാണ്, പുതിയതായി ഉണ്ടാകുന്ന ഇതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് ഇവിടെ നമുക്ക് കിട്ടിയ 4 ക്യാരക്ടർ തന്നെയാണ് ഇവിടെയും കിട്ടുക. പക്ഷെ അതിന് വ്യത്യസ്തം എന്ന് പറയുന്നത് ജീനുകളിലാണ്. വൈ ഡബ്ല്യു എന്നതിന് പകരം ഒരെണ്ണം മാറുന്നു, വൈ പ്ലസ് ഡബ്ല്യുവും വൈ ഡബ്ല്യു എന്ന് പറയുന്ന എക്സ് ക്രോമസോം ഉള്ളത് കിട്ടും. ഫീമെയിൽ ആയിരിക്കും, ബ്രൗണും. ഇവിടെ പ്രത്യേകം എന്താ, ഇവിടെ യെല്ലോ വൈറ്റ് കിട്ടിയതിന് പകരം ഇവിടെ ഒരെണ്ണം എങ്ങനെ വന്നു, വൈ പ്ലസ് വന്നു. വൈ പ്ലസ് വരുമ്പോൾ എന്ത് സുഖമായിട്ട് ബ്രൗൺ ആയി മാറി അല്ലേ. ഡോമിനന്റ് ജീൻ ഇതാണല്ലോ, ഡോമിനന്റ് ജീൻ വന്നു കഴിയുമ്പോൾ അത് ബ്രൗൺ ആയി മാറി, മറ്റേത് വൈറ്റ് ആയി. ഇനി ഈ യെല്ലോ വൈറ്റ് എന്നുള്ളതിന്റെ പുതിയ കോമ്പിനേഷൻ എന്താണ്, ഇവിടെ ഡബ്ല്യു ഉണ്ട്, ഇവിടെ വൈ പ്ലസ് എന്ന് വന്നിരിക്കുക. ഇവിടുത്തെ വൈ പ്ലസ് പോലെ തന്നെ ഇവിടെ വൈ പ്ലസ് ആണ് വരുന്നതെങ്കിൽ എന്ത് പറ്റും, ഈ യെല്ലോ എന്നുള്ളത് മാറി അതും ബ്രൗൺ ആയി മാറും. അപ്പം ബ്രൗൺ വൈറ്റ് ആയിരിക്കും കിട്ടും, മറ്റേത് മാറാത്തതുകൊണ്ട് വൈറ്റ് തന്നെ കിട്ടും. ഒരു ജീൻ ഡോമിനന്റ് ആയി കഴിഞ്ഞാൽ തന്നെ ആ ക്യാരക്ടർ നമുക്കിവിടെ പുതുതായിട്ട് കിട്ടും. അപ്പം ബ്രൗൺ ആൻഡ് വൈറ്റ് ഫീമെയിലും ബ്രൗൺ ആൻഡ് വൈറ്റ് മെയിലും കിട്ടും. ഇനി ഇതിന്റെ നോക്കുക, ഇവിടുത്തെ ഈ ബ്രൗൺ റെഡ് ഫീമെയിലിന്റെ ക്രോസിംഗ് ഇവിടെ പുതിയ കോമ്പിനേഷൻ എങ്ങനെയാണ്, ഈ ഡബ്ല്യു ആണ് പ്ലസ് വരുന്നതെങ്കിൽ വൈ ഡബ്ല്യു അതേപോലെ വന്നു. ഈ വൈ പ്ലസ് ഡബ്ല്യുവിൽ ഒരെണ്ണം മാത്രം പ്ലസ് ജീന് വൈ ഡബ്ല്യു പ്ലസ് അങ്ങനെ വരുവാണെങ്കിലോ യെല്ലോ റെഡായി മാറും, യെല്ലോ റെഡായിട്ട് മാറും. കാരണം എന്താ, ഇവിടെ ഇതാണ് റെഡായത്, കാരണം ഇത് ഡോമിനന്റ് ജീനാണ്, അതുകൊണ്ട് റെഡായി ഇതിന്റെ ജീന് പകരമായിട്ട്. അപ്പോൾ യെല്ലോ റെഡ് ഫീമെയിൽ. ഇനി ഇതാണ് വരുന്നതെങ്കിലോ, അതായത് വൈ പ്ലസ് ഡബ്ല്യു പ്ലസ് എന്നുള്ളത് ഇവിടെ വന്നത് വൈ ഡബ്ല്യു പ്ലസ് ആയി, ഒരെണ്ണം മാത്രം ഡൊമിനന്റ് ജീനായി. അപ്പോൾ എന്തായി, യെല്ലോ റെഡ് മെയിലായി. ഇങ്ങനെ വരുന്ന കോമ്പിനേഷൻ 1.3% ഉണ്ടാവുന്നത്. അതായത് പേരന്റൽ ടൈപ്പ് 98.7%, പുതുതായി ഉണ്ടാകുന്നത് 1. ഇതിന് ചാൻസ് വളരെ കുറവാണ്, പക്ഷെ ഇങ്ങനെയും സംഭവിക്കാം എന്നാണ് പറഞ്ഞത്. 1.3% ന്യൂ ടൈപ്സ് ഉണ്ടാകും. ഇതാണ് നമ്മുടെ റീകോമ്പിനേഷൻ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് പുതുതായി ഉണ്ടാകുന്നതാണ്, പേരന്റിൽ നിന്ന് വ്യത്യസ്തമായി കിട്ടും. ഇതെല്ലാം പേരന്റിൽ തന്നെയാണ്, പലതരത്തിൽ പേരൻസിൽ കാണുന്ന ക്യാരക്ടർ ഇവിടെ വരുന്നു, ഇവിടെ പുതുതായിട്ടുണ്ടാകുന്നതാണ്. കാരണം ഇതിന്റെ ജീന് ഒരേപോലെ ജീനുകൾ വ്യത്യസ്തമാണ്. ഇത് നമ്മൾ രണ്ടെണ്ണം ഒരേപോലത്തെ ജീനുകൾ നമ്മൾ എടുത്ത് ഒന്നുകിൽ വൈ പ്ലസ് ഡബ്ല്യു പ്ലസ് എടുത്ത്, പക്ഷെ ഇവിടെ ഓരോ ജീനുകളാണ് ഡോമിനന്റ് ജീനുകൾ വരുന്നത്. അപ്പം ഹെട്രോസൈസസ് ആയി വരും ജീനുകൾ, വൈ പ്ലസും വൈയും. ഇവിടെ ഒരേപോലെ ഹോമോസൈസ്, ഒരേ ജീവി തന്നെ രണ്ടും വരും. അപ്പോൾ എല്ലാ ക്യാരക്ടറും മാറുന്നു. ഇതാണ് നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസിൽ കാണുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട, ഇത് നിങ്ങൾ പല പ്രാവശ്യം എഴുതി നോക്കിയാൽ ഇത് മനസ്സിലാവുള്ളൂ. ഇത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കുക. അതായത് ഇവിടെയുള്ള അത് തന്നെയാണ്, പക്ഷെ ഒരു ജീന് ഇപ്പം ഒരു പ്രാവശ്യം വൈയുടെ ജീൻ മാറുന്നു, അടുത്ത പ്രാവശ്യം ഡബ്ല്യുവിൻ്റെ ജീന് ഡോമിനന്റ് വരുന്നു. ഇത് രണ്ടും വരുന്നത് ഹെട്രോസൈസ് കണ്ടീഷനാണ് ഇവിടെ വരുന്നത്. അതുപോലെ ഇതിലും ഇവിടെ 2 ജീനുകളും ഒരേപോലത്തെയാണ്, ഇത് അതേപോലെ വരുന്നത്. ഇത് റീകോമ്പിനേഷൻ നടക്കുകയാണെങ്കിൽ, ക്രോസിംഗ് ഓവർ നടന്ന ജീൻ മാറുകയാണെങ്കിൽ ഇങ്ങനെയും വരാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സ്വഭാവത്തിലും മാറ്റം വരും. ഇതാണ് നമ്മൾ ഈ ലിങ്കേജിൽ കാണപ്പെടുന്ന പ്രത്യേകതകൾ. അപ്പോൾ ഇതിൽ നിന്നാണ് അദ്ദേഹം ലിങ്കേജ് എന്ന് പറയുന്ന റോസിലേക്ക് വരുന്നത്. മോർഗൻ കോയിൻ ദ ടൈം ലിങ്കേജ്. അദ്ദേഹമാണ് ലിങ്കേജ് എന്ന് പറയുന്ന ടൈം കോയിൻ ചെയ്തത്. ആദ്യമായി ആ ടൈം നാമകരണം കൊടുത്തത് മോർഗനാണ്. ഇത് ഓർക്കണം, മോർഗൻ കോയിൻ ദ ടൈം ലിങ്കേജ്. എന്താണ് ലിങ്കേജ്? ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് ഓൺ എ ക്രോമസോം. ഒരു ക്രോമസോമിൽ കാണപ്പെടുന്ന ജീനുകൾ തമ്മിലുള്ള ഫിസിക്കൽ അസോസിയേഷനെയാണ് ലിങ്കേജ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായ ടൈമാണ്. ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് ഓൺ എ ക്രോമസോം. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നത് വാട്ട് ഈസ് ലിങ്കേജ്. അപ്പോൾ എന്താണ് ലിങ്കേജ്? ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് ഓൺ എ ക്രോമസോം. ഒരു ക്രോമസോമിൽ കാണുന്ന ജീനുകളുടെ അസോസിയേഷനെ, ഫിസിക്കലായിട്ടുള്ള അസോസിയേഷനെയാണ് നമ്മൾ ലിങ്കേജ്. അതായത് ജീനുകൾ അടുത്തടുത്ത് കാണുമ്പോൾ അവ തമ്മിലുള്ള അസോസിയേഷൻ കൂടുതലായിരിക്കും. അകലം കൂടുന്തോറും ജീനുകൾ അകന്നകന്ന് പോകുന്തോറും അവയ്ക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരും. അതാണ് നമ്മൾ ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് ഓൺ എ ക്രോമസോം. ആൻഡ് റീകോമ്പിനേഷൻ, മറ്റൊരു ടൈം നമ്മൾ പറഞ്ഞ റീകോമ്പിനേഷൻ. റീകോമ്പിനേഷൻ ഈസ് ദ ജനറേഷൻ ഓഫ് നോൺ പേരന്റൽ ജീൻ കോമ്പിനേഷൻ. പേരൻസിൽ കാണാത്ത പുതിയ ജീൻ കോമ്പിനേഷൻ. ഇപ്പം നമ്മൾ കണ്ടു രണ്ടാമത്തെ കേസിൽ 1.3% എന്ന് പറഞ്ഞു, അത് റീകോമ്പിനേഷൻ ആണ്. അതായത് ജനറേഷൻ ഓഫ് നോൺ പേരന്റൽ ജീൻ കോമ്പിനേഷൻ. പേരൻസിൽ കാണാത്ത പുതിയ ജീൻ കോമ്പിനേഷൻ കുട്ടികളിൽ ഉണ്ടാവുന്നതാണ് ശരിക്കും നോൺ പേരന്റൽ ജീൻ കോമ്പിനേഷൻ. അതിനെയാണ് നമ്മൾ റീകോമ്പിനേഷൻ. ഈ 2 ഡെഫിനിഷനും പഠിക്കണം. ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് ഓൺ എ ക്രോമസോം ആൻഡ് റീകോമ്പിനേഷൻ ഈസ് ദ ജനറേഷൻ ഓഫ് നോൺ പേരന്റൽ ജീൻ കോമ്പിനേഷൻസ്. ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി മോർഗൻ ആൻഡ് ഹിസ് ഗ്രൂപ്പ് also found that even when genes were grouped on the same chromosome, some genes were very tightly linked. അതായത് ഒരു ക്രോമസോമിലെ ജീനുകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുമ്പോൾ, സെയിം ക്രോമസോമിൽ തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ, സം ജീൻസ് വെയർ വെരി ടൈറ്റ്ലി ലിങ്ക്ഡ്. അവ തമ്മിൽ വളരെ അടുത്താണെങ്കിൽ അവിടെ ടൈറ്റ് ലിങ്ക്ഡ് ആയിരിക്കും, ഷോഡ് വെരി ലോ റീകോമ്പിനേഷൻ. അപ്പോൾ അങ്ങനെ 2 ജീനുകൾ അടുത്തടുത്താണെങ്കിൽ അവ തമ്മിലുള്ള റീകോമ്പിനേഷൻ വളരെ കുറവായിരിക്കും. കാരണം അടുത്തടുത്തിരുന്ന ജീനുകൾ വേർപെട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ അടുത്തടുത്താണ് ജീനുകൾ ഇരിക്കുന്നതെങ്കിൽ അത് രണ്ടും കൂടി ഒന്നിച്ചായിരിക്കും വേർപെട്ട് പോകുന്നത്. അപ്പം അവിടെ റീകോമ്പിനേഷൻ്റെ ചാൻസ് വളരെ കുറയുന്നു. വൈൽ അതേഴ്സ് വെയർ ലൂസ്ലി ലിങ്ക്ഡ്.
എന്നാൽ അകലെയുള്ള ജീൻ ഒരു ക്രോമസോമിൽ തന്നെയാണെങ്കിലും ജീനുകൾ തമ്മിൽ അകലം ഉണ്ടെങ്കിൽ റീകോമ്പിനേഷൻ ഹയർ ആയിരിക്കും. ഇത് രണ്ടാണ് നമ്മൾ ഓർക്കുക. അതായത് ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസിന്റെ റീകോമ്പിനേഷൻ ലോ ആയിരിക്കും, ലൂസിലി ലിങ്ക്ഡ് ജീൻസിന്റെ റീകോമ്പിനേഷൻ ഹയർ ആയിരിക്കും. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്? ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ഷോഡ് ലോ റീകോമ്പിനേഷൻ ആൻഡ് ലൂസിലി ലിങ്ക്ഡ് ജീൻസ് ഷോഡ് ഹയർ റീകോമ്പിനേഷൻ. ഇത് രണ്ടും ഓർക്കുക. റീകോമ്പിനേഷൻ കുറയുന്നത് എപ്പോഴാണ്? ജീനുകൾ തമ്മിൽ ടൈറ്റ്ലി ലിങ്ക് ആയിരിക്കുമ്പോൾ. നേരെ മറിച്ച് ലൂസിലി ലിങ്ക്, ജീനുകൾ തമ്മിൽ അകലം കൂടുന്തോറും ഹയർ റീകോമ്പിനേഷനുള്ള ചാൻസും കൂടുന്നു എന്നാണ് പറയുന്നത്. നോക്കുക. ഫോർ എക്സാമ്പിൾ, ഹി ഫൗണ്ട് ദാറ്റ് ദ ജീൻസ് വൈറ്റ് ആൻഡ് യെല്ലോ, നമ്മൾ കണ്ട രണ്ട് ജീനുകളാണ് വൈറ്റ് യെല്ലോ എന്നിവ ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ്. നമ്മുടെ കണ്ടോ ഇതൊരു ക്രോമസോമിലെ രണ്ട് ജീനുകളാണ്, വൈറ്റും യെല്ലോയുടെയും വൈറ്റിന്റെയും ജീനുകളാണ്. ഇവ രണ്ടും വളരെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന ജീനുകളാണ്. ഇവ ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ്, അതാണ് പ്രത്യേകത. അപ്പോൾ അങ്ങനെ ടൈറ്റ്ലി ലിങ്ക്ഡ് ആണെങ്കിൽ അതിന്റെ റീകോമ്പിനേഷൻ ചാൻസ് എന്ന് പറയുന്നത് 1.3% ആണ്. 1.3% റീകോമ്പിനേഷനേ ഉള്ളൂ. അതാണ് നമ്മൾ ലോ റീകോമ്പിനേഷൻ പറയുന്നത്. റീകോമ്പിനേഷൻ 1.3% മാത്രമേ ഉള്ളൂ. എന്നാൽ വൈറ്റ് ആൻഡ് മിനിയേച്ചർ വിങ്, അതിന്റെ വിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു ജീനാണ് മിനിയേച്ചർ, ചെറുതെന്നുള്ളത് മിനിയേച്ചർ, എം എന്ന് പറയും. അപ്പം വൈറ്റ്, എം എന്നീ ജീനുകൾ തമ്മിൽ മിനിയേച്ചർ വിങ് ആണെങ്കിൽ 37.2% റീകോമ്പിനേഷൻ ആണ്. ഇതാണ് മിനിയേച്ചർ ജീൻ. അപ്പൊ ഇവിടെ നോക്കി YW എന്നീ ജീനുകൾ വളരെ അടുത്തടുത്താണ്. അതുകൊണ്ടാണ് ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുന്നത്. ഇതോ കുറച്ച് അകലെയാണ്. വൈറ്റ് ജീൻ ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഇതിൽ നിന്ന് കുറെ അകലെ സെൻട്രോമിയറിനോട് ചേർന്നാണ് എം എന്ന് പറയുന്ന ജീൻ വരുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത് WM എന്നീ ജീനുകൾ. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഈ ജീനുകൾ വളരെ അകലെയായിട്ടാണ്. അപ്പൊ ഇത് ലൂസിലി ലിങ്ക്ഡ് ആണ്. ലൂസിലി ലിങ്ക്ഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? റീകോമ്പിനേഷൻ വളരെ അതിന്റെ ഹൈ റീകോമ്പിനേഷൻ ആയിരിക്കും വരിക. അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതായത് ഇവ ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ വേറെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ പക്ഷേ അടുത്തടുത്തിരിക്കുമ്പോൾ രണ്ടും ഒന്നിച്ച് തന്നെ പാടി. ഇതിപ്പം ചിത്രത്തിൽ ഇങ്ങനെ കാണുന്നേ ഉള്ളൂ. അതാണ് പ്രത്യേകത. അതിനെയാണ് നമ്മൾ ശരിക്കും 37.2 റീകോമ്പിനേഷൻ ആണ് WM തമ്മിലുള്ളത്. എന്നാൽ വൈയും ഡബ്ല്യൂയും തമ്മിൽ ഒരു 1.3% ഉള്ളൂ റീകോമ്പിനേഷൻ. പുതിയ ചാൻസ് റീകോമ്പിനേഷൻ ഉണ്ടാകുന്ന ചാൻസ് വളരെ കുറവാണെന്നാണ്. ഇവിടെ കുറച്ചും കൂടി കൂടും. ഇനി ഇതാണ് വൈക്രോമസോം. വൈക്രോമസോം പറ്റി എന്താണ്? അവിടെ അത്തരം ജീനുകളൊന്നും തന്നെ ഇല്ല. W ഇല്ല, M ഇല്ല, Y ഇല്ല. അപ്പോൾ 3 ജീനുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഏതൊക്കെയാണ്? Y, W, അതുപോലെ M എന്നിങ്ങനെ 3 ജീനുകളുണ്ട്. ഈ M കൂടി ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയാൽ അങ്ങനെ തന്നെയാണ്. അതായത് Y, W, M എന്നിങ്ങനെ 3 ജീനുകൾ ഇതിൽ അടയാളപ്പെടുത്തിയാൽ M ഇവിടെ വരും അല്ലേ? അപ്പോൾ W, M തമ്മിലാണ് അടുത്ത് കാണുന്നത്. Y കുറച്ച് അകലെയാണ്. അതാണ് നമ്മൾ ഈ രണ്ട് ജീനുകളും വളരെ ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ്. W, M തമ്മിൽ അകലമുള്ളത് കൊണ്ട് അത് ടൈറ്റ്ലി ലിങ്ക്ഡ് അല്ല എന്നാണ്. ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകളാണെങ്കിൽ അവിടെ 1.3% റീകോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ W, M, Y തമ്മിൽ. എന്നാൽ W, M തമ്മിലുള്ള റീകോമ്പിനേഷൻ 37.2% ആണ്. അതേസമയം അത് വൈയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Y ഇവിടെയാണ് പൊസിഷൻ എങ്കിൽ M ഇവിടെയാണെങ്കിൽ എന്താ? ഇത് നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. ചിലപ്പോൾ ഇത് മാറ്റം വരാം. ഇപ്പോൾ Yയും M ഇവിടെയാണെങ്കിലോ റീകോമ്പിനേഷൻ വീണ്ടും കൂടും. കാരണം അകലം കൂടുകയാണ് ചെയ്യുന്നത് എന്നാണ്. ഇതാണ് നമ്മൾ ഈ ലിങ്കേജിന്റെ ഇതിന്റെ ആ പ്രോസസ്സ് നമ്മൾ മറ്റൊരു സ്ലൈഡിൽ പഠിക്കാൻ. നമുക്ക് 2 എക്സാമ്പിളുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലിങ്കേജുമായി ബന്ധപ്പെട്ടുണ്ട്. അത് കുറച്ചും കൂടി ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ഞാൻ അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറയാം. ക്വസ്റ്റ്യനും ഇപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് ഓൺ എ ക്രോമസോം. മറ്റൊന്ന് റീകോമ്പിനേഷൻ ആണ്. അത് ജനറേഷൻ ഓഫ് നോൺ പേരന്റൽ ജീൻ കോമ്പിനേഷൻ ആണ്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും പഠിച്ചത്. പക്ഷേ നിങ്ങളതിൻ്റെ എങ്ങനെയാണ് W അതുപോലെ Y എന്നീ ജീനുകൾ പരസ്പരം അതിൻ്റെ വൈൽഡ് ടൈപ്പ് അല്ലെങ്കിൽ ബ്രൗൺ റെഡ് ഐ അതുപോലെ യെല്ലോ വൈറ്റ് എന്നീ 2 ക്യാരക്ടറുകൾ എങ്ങനെയാണ് ഡ്രോസോഫിലയിൽ അടുത്ത തലമുറയിലേക്ക് പോകുന്നത് എന്നുള്ളത് നന്നായി നോക്കി പഠിക്കുക. ഇത് നേരത്തെ നമ്മൾ പഠിച്ചതിൽ അല്പം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി നോക്കി പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്ന പക്ഷം നിങ്ങൾ അത് നമ്മുടെ ഗ്രൂപ്പിലിടുക. ഞാനത് അന്നേരം കുറച്ചുകൂടി വിശദീകരിക്കുക. ആ സംശയമുള്ളവർക്ക് പറഞ്ഞു തരുന്നതാണ്. എല്ലാവർക്കും നന്ദി.